ജിഷ മാമാണ്. പേജ് നമ്പർ ഒന്ന് പറയുമോ? ജിഷ മാമാണോ ഇന്ന് ആതിര മാമിന്റെ ക്ലാസ് അല്ലേ? ജിഷ മാമിന്റെ ഇതാണ് കാണുന്നത്. ആണോ? എന്നെങ്കിൽ പേജ് നമ്പർ പറയാവേ. Morning. Good morning. മോർണിംഗ് മാം. Good morning, ma'am. Prayer start ചെയ്തോളൂ. Morning, ma'am. Morning. Good morning, ma'am. Good morning. Dear God, please keep me happy today. Help me to be bright, cheerful day. Help me to do the things you want me to be to others kind and good. My parents, teachers, and friends to bless and keep us all in happiness and keep us all in happiness. Thank you, ma'am. Okay. Thought of the day. Yes, ma'am. Good morning, ma'am, and good morning, my dear friends. Today's special is the National Flag Adoption Day. National flag of India was adopted in its present from during the meeting of Constituent Assembly held on the 22nd July 1947, a few days before India independence from the British on 50 August 1947. Thought by Roshni. Have a nice day. Okay. Signing. Signing. Signing ചെയ്യില്ല. Okay, ma'am. I'm doing, ma'am. Hi, Devika. Today, ഞാൻ ഇന്ന് ചെയ്യാൻ പോണ റൈംസ് ആണ്. Piece of paper, lying in the floor, Moki ranga ringing, din din don. Thank you, ma'am. Okay. Very good morning to all. എന്തൊക്കെയുണ്ട് വിശേഷം? Fine, ma'am. നിങ്ങള് പാർട്ട് 4 എന്തോ മാമിന്റെ പനിയൊക്കെ മാറിയോ? ആ പനിയായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. പനിയില്ല, കൂടുതല് എനിക്ക് ചുമയായിരുന്നു, സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപർണ മിസ് ഇപ്പൊ എങ്ങനെയുണ്ട് മാം? അപർണ മിസ് ഉണ്ടായിരുന്നേ. മാമിന് ഫ്രൈഡേ ഡിസ്ചാർജ് ആയിരുന്നു. ഇന്നലെ മുതലാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. നിങ്ങള് പാർട്ട് 4 നിങ്ങൾ എവിടം വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചർ? മറ്റേ അശ്വതി മിസ്. അശ്വതി മിസ് മൂന്നാമത്തെ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുക. സ്കൂൾ മാനേജ്മെന്റ് എടുത്തു, ഓഫീസ് മാനേജ്മെന്റ് എടുത്തു, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എടുത്തോണ്ടിരിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എടുത്തു മാം. എടുത്തു കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല, അത് എടുത്തോണ്ടിരിക്കുക ഇപ്പൊ. ഓക്കെ, നമ്മൾ ഇന്നിപ്പോ യൂണിറ്റ് 6 എടുക്കാം കേട്ടോ. ഓക്കെ മാം. ഇതൊക്കെ പഠിച്ചില്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേക്ക് അറ്റൻഡൻസ്, വരച്ച് പഠിച്ചു വെക്കണം കേട്ടോ. ഏതാ മിസ്? കേട്ടില്ല. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മുടെ അറ്റൻഡൻസിന്റെ കോളംസ് ഇല്ലേ, അത് വരച്ച് പഠിക്കണം കേട്ടോ. ഇത് മാറി പോവാൻ പറഞ്ഞു തന്നില്ലേ ടീച്ചർ? യെസ്, പറഞ്ഞു. യെസ്, പറഞ്ഞു തന്നിരുന്നു. കമ്മ്യൂണിക്കേഷൻ എടുത്തോ? കമ്മ്യൂണിക്കേഷൻ അശ്വതി മാം എടുത്തോണ്ടിരിക്കും.
അല്ലെ വേണം, നമുക്ക് 5 സ്റ്റാർട്ട് ചെയ്യാം. 5 എടുത്തിട്ടുള്ള എല്ലാവരും? ഇല്ല മാം. ഓക്കെ. ഡെവലപ്മെന്റൽ പ്രൊഫൈൽ പിക്ചർ PDF കാണാമോ? ഇല്ല മാം, PDF കാണില്ല. കാണാലോ മാം. ഓക്കെ ആണ് മാം, കാണാം കേട്ടോ. യെസ്. അപർണ മാം ഇങ്ങനെ എടുക്കാൻ പറഞ്ഞിരുന്നോ? ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടില്ല. വേണ്ട, അപർണയാണ് എപ്പോഴും എടുക്കാറ്. അതുകൊണ്ട് ഒരു ചാപ്റ്റർ ചെറുതാണ്, എടുത്തോളൂ കേട്ടോ. നമുക്ക് സ്ട്രക്ചർ കൊടുക്കാം. സ്ട്രക്ചർ ഇത്ര വലുതാണ്. യൂണിറ്റ് 6 സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. ഫസ്റ്റ് 1 വരുന്നത് നമ്മളിപ്പോ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു തുടങ്ങി. ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചും ടെക്നിക്സിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മള് അങ്ങനെ മെത്തേഡ്സ് മാത്രമല്ല, അല്ലാതെ നമ്മുടെ ഒരു ക്ലാസ് എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്കൂളിന്റെ കെട്ടിടങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ക്ലാസ് നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, സിറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ബെഞ്ച് അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏത് ഷേപ്പിൽ അറേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ചാപ്റ്റർ ആണ് എന്താ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എന്ന് പറയുന്നത്, യൂണിറ്റ് 6. ഫസ്റ്റ് 1 വരുന്നത് എന്താണ്? റൂഫിംഗ് ആണ്. എന്താണ് റൂഫിംഗ് എന്ന് പറയുന്നത്? റൂഫിംഗ് മേൽക്കൂര. യെസ്. There are 4 types of roofing. നമുക്ക് 4 types of roofing നെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് RC centering, then tile roofing, sheet roofing and patched roofing. First one, RC centering. എന്താണ് RC centering roofing എന്ന് പറയുന്നത്? RC എന്ന് പറയുന്നത് എന്തായിരിക്കാം? Reinforced concrete. നോട്ട് ചെയ്തോളൂ, reinforced concrete. കോൺക്രീറ്റ് ഇല്ലേ, അതിനെ തന്നെ പറയുന്നതാണ് എന്താ RC centering എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്ഡ്, REINFORCED, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. നമുക്കറിയാം നിലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് കോൺക്രീറ്റ് റൂഫിംഗ് വരുന്നത് അല്ലെ. ഇപ്പം 1, 2, 3 നിലകളൊക്കെ ആയിട്ട് നമുക്ക് എന്താണ് ഫ്ലോർസുകളായിട്ടായിരിക്കും നമ്മള് ഇതില് ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട്, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത്തരത്തിൽ RC സെന്ററിലെ ക്ലാസ് റൂംസുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്ന് നോക്കാം. Many of the schools are with RC centering and with 1 or 2 top floors. People like to enter their kids to mostly this type of schools only. എന്താണ് RC centering എന്ന് പറയുന്നത്? 1 or 2 ടോപ്പ് ഫ്ലോർസുകൾ ഉണ്ടായിരിക്കും ഇതിന്. നിങ്ങൾ കണ്ടിട്ടില്ലേ ടോപ്പ് ഫ്ലോറുകളുള്ള അല്ലെങ്കിൽ 2 നിലകളുള്ള സ്കൂളുകള്? റൂഫ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂംസിനെയാണ് അത് പറയുന്നത് RC centering എന്ന് പറയുന്നത്. ആൾക്കാർക്ക് പാരന്റ്സിന് താല്പര്യം എന്താണ്? കുട്ടികളെ അത്ര വലിയ സ്കൂളുകളിൽ ചേർക്കാൻ അല്ലെങ്കിൽ അത്ര ഭംഗിയുള്ള സ്കൂളുകളിൽ ചേർക്കാനാണ് പാരന്റ്സ് ഇഷ്ടപ്പെടുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് RC centering. ഇനി അടുത്തത് എന്താണ്? ടൈൽ റൂഫിംഗ്. ടൈൽ റൂഫിംഗ് എന്താണ്? എങ്ങനത്തെ ക്ലാസ് റൂം ആണ് ടൈൽ റൂഫിംഗ്? ടൈൽ എന്താണ്? ഓട് മേഞ്ഞത് അല്ലെ, ഓട് മേഞ്ഞ ക്ലാസ് റൂമുകൾ. Most of the classrooms of all the types of schools have a tile roof only. നമ്മൾ പണ്ട് കാലങ്ങളിൽ പഠിച്ച് നമുക്കറിയാം, നമ്മള് മിക്കവരും ഓടിട്ട സ്കൂളുകളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? സ്കൂളിൽ ഓക്കെ. പക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് കംപ്ലീറ്റ്ലി ഓട് തന്നെയായിരുന്നു. ഒരു പഴയ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഓട് തന്നെയായിരുന്നു. Then ഇതെങ്ങനെയായിരുന്നു പണിയുന്നത്? കോറിലേറ്റ് വിത്ത് RC roofing this type will be hot. ഇത് അതായത് ടൈൽ റൂഫിങ്ങും കോൺക്രീറ്റ് റൂഫിങ്ങും വരുന്ന സമയത്ത് ആ ഒരു ക്ലാസ് റൂമിന് ഹോട്ട് അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. Then arranging the false roof may solve the problem to an extent. പക്ഷെ അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്യുന്നത്? കോൺക്രീറ്റും ഉണ്ടാവോ ടൈലും ഉണ്ടാവോ? എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്? സെപ്പറേറ്റഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്? സെപ്പറേറ്റഡ് ആയിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ അവിടെ ഹോട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ടൈൽ റൂഫിങ്ങിന്റെ മാത്രമായിട്ട് ടൈൽ റൂഫിംഗ് മാത്രം നമ്മൾ ഓഡിറ്റ് ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല തണുപ്പായിരിക്കും അല്ലെ. ഓഡിറ്റ് വീടുകളുടെ പ്രത്യേകത അങ്ങനെ തന്നെയല്ലേ, നല്ല തണുപ്പായിരിക്കും അതിനകത്ത്.
ചൂടുകാലങ്ങളിൽ പോലും നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ കൂളായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആദ്യ കാലങ്ങളിൽ ഓഡിറ്റ് ക്ലാസ് റൂംസുകൾ നമ്മൾ പ്രിഫർ ചെയ്തിരുന്നത്. പിന്നീട് ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഓഡിറ്ററിൽ നിന്ന് മാറാനായിട്ട് തീരുമാനങ്ങൾ ഉണ്ടായത്. മിക്കതും ഈ മരങ്ങളൊക്കെ വീണോടെ ഡിസാസ്റ്റർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ദുരന്തങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയത്താണ് ഇതിൽ നിന്നൊക്കെ വേറിട്ട് ചിന്തിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ഇത് എന്താക്കാൻ തീരുമാനിച്ചത് RC സെന്റർ അല്ലെങ്കിൽ കോൺക്രീറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളാക്കി മാറ്റാനായിട്ട് പിന്നീടുള്ള കാലങ്ങളിലൊക്കെ തുടങ്ങിയത്. എങ്കിലും ഇപ്പോഴും ചില ഗവൺമെന്റ് സ്കൂളുകളിൽ എന്താണ് ഓഡിറ്റ് ക്ലാസ് റൂംസുകൾ ഉണ്ട് അല്ലെ, മിക്ക സ്കൂളുകളുണ്ട്. പൂർണ്ണമായിട്ട് ഇത് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോഴും കാണാൻ സാധിക്കുമല്ലോ, നമ്മൾ മിക്കതും ഗവൺമെന്റ് സ്കൂളിലായിരിക്കും ഇത് കാണുന്നത് അല്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? അടുത്തത് ടൈപ്പ് ഓഫ് റൂഫിംഗില് ഷീറ്റ് റൂഫിംഗ് ആണ്. എന്താണ് ഷീറ്റ് റൂഫിംഗ്? ഷീറ്റ് റൂഫിംഗ് മേ ബി സിമന്റ് ഷീറ്റ് റൂഫിംഗ് അല്ലെങ്കിൽ asbestos or tin sheet roofing or light roofing. Generally, the classrooms with the sheet roofing are made like sheds only. എന്താണ് ഷീറ്റ് റൂഫിംഗ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ പഴയ പാരലൽ കോളേജ്, പ്രീ ഡിഗ്രി കോളേജസ് ഒക്കെ ആദ്യകാലങ്ങളിൽ ഷീറ്റ് റൂഫിംഗ് ആണ് ചെയ്തിരുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ ഷീറ്റ് വെച്ചിട്ടാണ് അല്ലെ. ഷീറ്റ് കവറിങ്, അതായത് ആസ്ബെസ്റ്റസിന്റെ ഷീറ്റ്സ് അല്ലെങ്കിൽ ലൈറ്റ് റൂഫിംഗ് ആയിട്ടുള്ള ചെറിയ ഷീറ്റ്സുകൾ ഉപയോഗിച്ചിട്ടാണ് അത് കവർ ചെയ്തിരുന്നത് കംപ്ലീറ്റ്. സൈഡൊക്കെ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഷീറ്റ്സ് വെച്ചിട്ടുണ്ടായിരിക്കും ഇത് ഫുള്ളി കവേർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ കാണുന്നതിന് അതിന്റെ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കാണാനായിട്ട്? ഷീറ്റുള്ള ക്ലാസ് റൂമിനെ ഏത് രൂപത്തിലാണ് അത് കാണുന്നത്? നമ്മള് ഒരു ഷെഡ് പോലെ ഇരിക്കും അല്ലെ ആ ക്ലാസ് റൂമുകള്. കണ്ടിട്ടില്ലേ പിള്ളേരെ? ഷെഡ് പോലെ ഇരിക്കുന്ന ക്ലാസ് റൂംസ് കണ്ടിട്ടില്ലേ? ഷീറ്റ് റൂഫ് ചെയ്ത് കഴിഞ്ഞാല് അങ്ങനെയാണ് ഇരിക്കുന്നത്. അതൊരു ഹട്ട് പോലെയൊക്കെ ആയിരിക്കും രൂപപ്പെടുന്നത്. സാധാരണ നോർമൽ ക്ലാസ്സസ് പോലെ അത് ഇരിക്കില്ല. ഷീറ്റ് റൂഫ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ഷെഡിന്റെ രൂപത്തിലായിരിക്കും അത് ഫോം ചെയ്യുന്നത്. ടാച്ചഡ് റൂഫിംഗ്. ടാച്ചഡ് റൂഫിംഗ് എന്താണ്? ഓലമേഞ്ഞ അല്ലെ, ഓലമേഞ്ഞ സ്കൂളുകൾ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. എന്താണ് അതിന്റെ പ്രത്യേകത ടാച്ചഡ് റൂഫിംഗിന്റെ? Can be provide good health to persons residing under it. People normally consider the school having thatched roofing as a poor school. ഓലമേഞ്ഞ സ്കൂളുകളെ പാരന്റ്സിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പുവർ ആയിട്ടുള്ള സ്കൂളുകളാണ്, ഏറ്റവും പാവപ്പെട്ട സ്കൂളുകൾ എന്നുള്ളൊരു കൺസിഡറേഷൻ ആണ് കൊടുത്തിരുന്നത്. പക്ഷെ ടാച്ചഡ് റൂഫിംഗിന്റെ കീഴിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റാരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു. കാരണം ഹെൽത്തിന് ഗുഡായിരുന്നു അല്ലെ, നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് റൂമുകളായിരുന്നു എന്ത് ഓലമേഞ്ഞ ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഓലമേഞ്ഞ ക്ലാസ് റൂമുകൾ? പഠിച്ചിട്ടുണ്ടോ ഓലമേഞ്ഞ ക്ലാസ്സില്? കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മള് മറ്റേ നിങ്ങള് മധുര നമ്പർക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? സംയുക്ത വർമ്മയുടെ. അതിൽ കാണിക്കുന്നുണ്ട് ഒരു ഓലമേഞ്ഞ സ്കൂളാണ് അല്ലെ, എന്നിട്ട് കാറ്റടിച്ചതിന് ശേഷം സ്കൂളുകൾ തകർന്നു പോകുന്നത്. അവിടെ എപ്പോഴും അതിശക്തമായ കാറ്റും മഴയാണ് എപ്പോഴും. ആ ഒരു സമയത്ത് സ്കൂളിന്റെ അന്തരീക്ഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, സ്കൂൾ തകർന്നടിഞ്ഞു പോയതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഓലമേഞ്ഞ സ്കൂളുകളെ പാരന്റ്സ് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു പുവർ സ്കൂളായിട്ടാണ് അവരതിനെ കാണുന്നത്. ഓക്കെ, പക്ഷെ അതിന്റെ അടിയിലിരുന്ന് പഠിക്കുന്ന ക്ലാസ് റൂമിനകത്തിരുന്ന് പഠിക്കുന്നത് ആരോഗ്യത്തിന് എപ്പോഴും നല്ലതാണെന്ന രീതിയിലാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ ഈ 4 ടൈപ്പ് ഓഫ് റൂഫിംഗ് അല്ലാതെ ഒരു റൂഫിംഗ് കൂടി ഇവിടെ പറയുന്നത് എന്താണ്? Apart from this, sometimes the classes are taken in the open air, possibly under trees. This can also be called tree roofing classes. ഇത് പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ അല്ലെ? ട്രീ റൂഫിംഗ് ക്ലാസ്സസ് പഠിച്ചിട്ടുണ്ടോ? മരത്തിനടിയിൽ ഇരുന്ന കേൾക്കുന്നില്ലേ പറയുന്നേ? സൗണ്ട് കുറവുള്ള പോലെ തോന്നുന്നു. എന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. ഇപ്പൊ കേൾക്കാമോ? പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പിട്ടെ. ഓക്കെ, പിന്നെ കുറച്ചു നേരം ഒന്ന് മൈക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ട്രീ റൂഫിംഗ് ക്ലാസ്സസിലെ മരത്തിനടിയിലിരുന്ന് മരച്ചുവട്ടിനടിയിലിരുന്ന് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്?
എന്തെങ്കിലും തമ്മിടോ? യെസ്. അപ്പൊ ഈ 4 ടൈപ്സ് കൂടാതെ കുട്ടികളെ ഒരു ഓപ്പൺ എയറിൽ എത്തി പഠിപ്പിക്കുന്ന ഒരു മറ്റൊരു സംവിധാനമാണ് എന്ത്? അതായത് ക്ലാസ് റൂമിൽ എങ്ങനെ തന്നെ നമ്മളിപ്പോ പണ്ട് കാലങ്ങളിലാണെങ്കിൽ എന്താണ് നല്ല വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പുറത്ത് കൊണ്ടുപോയിരിക്കുമ്പോ എന്ന് വെച്ചാല് കുറച്ചുകൂടി അവര് ഫ്രീ ആവും, നമ്മളും ഫ്രീ ആവും. ക്ലാസ് എടുക്കാൻ നല്ലൊരു അന്തരീക്ഷമാണ്. ഒപ്പടയിൽ ഇരിക്കുക എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നതിന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ് എന്തായിരുന്നു. ഓക്കെ, കുട്ടികൾ പ്രത്യേകിച്ച് ചില സബ്ജക്റ്റുകൾ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും നമുക്ക് പുറത്ത് കൊണ്ടുപോയി ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റിയെന്നല്ല അല്ലെ. പ്രത്യേകിച്ച് ലാംഗ്വേജ് അല്ലെങ്കിൽ സയൻസ് സബ്ജക്ട്സുകൾ, ഇംഗ്ലീഷ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള സബ്ജക്ട്സുകൾ മാത്രം നമുക്ക്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അങ്ങനെ എന്തെങ്കിലും സബ്ജക്ട്സ് മാത്രം നമുക്ക് കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബോർഡ് ലെവൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടി വരും. എങ്കിലും ഓക്കെ, അപ്പൊ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസ് റൂം ആണ് എന്താണ്? റൂഫിംഗ് ക്ലാസ്, ട്രീ റൂഫിംഗ് ക്ലാസ്സസ്, അല്ലെങ്കിൽ മരച്ചുവട്ടിനടിയിൽ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു അനുഭവം അല്ലാത്തൊരു അനുഭവമാണ്. അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. നല്ല രസമാണതല്ലേ. അപ്പൊ പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ സ്കൂളുകളിൽ എന്ന് പറഞ്ഞാല് വലിയ മരമാണ്. വലിയ മരത്തിന് വെച്ചാൽ വലിയതായിട്ടുള്ള എന്താ പറയുക, വേരുകൾ എന്ന് വെച്ചാൽ വലിയ തട്ടിയുള്ള വേരുകൾ. അതിങ്ങനെ സ്കൂളിന്റെ കോമ്പൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കും. അപ്പൊ എന്താ വെച്ചാൽ ഓരോ വേരിന്റെ ഉള്ളിലായിട്ട് ഓരോ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു. അതിന്റെ മുകളിലിരിക്കുക, അതിന്റെ ഇടയിലിരിക്കുക. വലിയ മരങ്ങളല്ലേ. ഇതിന്റെ പേര് എനിക്കറിയില്ല. ഒരു ചെറിയ പൂവുണ്ടെന്ന്, ഒരു നൂല് പോലത്തെ ഒരു പൂവുണ്ട്. കുഞ്ഞി പൂവാണ്, പക്ഷെ അതിങ്ങനെ താഴെ കംപ്ലീറ്റ് ഇങ്ങനെ വീർന്ന് കിടക്കും. നല്ല ഭംഗിയാ അത് കാണാൻ. ഈ ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ആ മരം വെട്ടിക്കളഞ്ഞു. എന്ന് വെച്ചാൽ ഭയങ്കര തടിയാ, നല്ല വലിയ വലിപ്പമുള്ള മരം. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുന്നത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പഠിപ്പിക്കുന്ന വിഷയം അവർ പഠിക്കുകയും ചെയ്യും, ഒരു അറ്റൻഷൻ കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ക്ലാസ് റൂമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മരച്ചുവട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ. സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ മരങ്ങൾ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് അത് ലേബിൾ ആണെങ്കിൽ നിങ്ങൾ കുട്ടികളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് പഠിപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ വലിയ കാര്യങ്ങളും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ പുറത്തേക്കാണ് ഇറക്കുന്നത്. അപ്പൊ ചില ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് RC-സെൻട്രിക്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. പിന്നെന്താണ്? ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്, പാറ്റേൺ റൂഫിംഗ് ആൻഡ് ട്രീ റൂഫിംഗ് ക്ലാസസ്. ഓക്കെ, 4 ക്ലിയർ ആണോ? റൂഫിംഗ് ക്ലിയർ ആണോ? ഓക്കെ, ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ശബ്ദം കേൾക്കണില്ലെങ്കിൽ ഒന്ന് പറയണേ. ഇപ്പൊ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ ശബ്ദത്തിന്? ഇല്ല മാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? റൂഫിംഗിൽ ആരെങ്കിലും ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിംഗ്, whatever may be the roofing, the flooring is normal to be cement. The mud flooring, even if it treated by powder, will make the legs and rest of the students dirty. So a lot of problem arise in it. So Madam Montessori insists the students sit on the floor. Parents expect only furniture. If the furniture is not available, the teacher should spread something like a mat or carpet on the floor. ഇനി ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യകാലങ്ങളിൽ പല ടൈപ്സ് ഓഫ് ഫ്ലോറിംഗ് ഉണ്ടായിരുന്നു അല്ലെ, പലതരത്തിലുള്ള തറകൾ ഉണ്ടായിരുന്നു. മിക്കതും നോർമൽ ആയിട്ട് നമ്മൾ എന്താണ്, സിമെന്റ് തറകളാണ് മിക്കതും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് എന്താണ്, മഡ് ഫ്ലോറിങ്സ് ഉണ്ടായിരുന്നു. മഡ് ഫ്ലോറിംഗ് എന്താണ്? നമ്മുടെ കളിമണ്ണൊക്കെ മേഞ്ഞിട്ടുള്ള ക്ലാസ് റൂമുകൾ. അതിന്റെ കൂടെ തന്നെ എന്താണ്, കൗഡർ, ചാണകം മേഞ്ഞ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ ഒക്കെ? പക്ഷെ അങ്ങനെ മഡ് ഫ്ലോറിങ്, ഡ്രഗിന്റെ ഒക്കെ ഫ്ലോറിംഗ് ഒക്കെ വരുന്ന സമയത്ത് പാരന്റ്സ് അതിനെ വലിയൊരു പ്രശ്നമാക്കിയത്. കാരണം കുട്ടികളുടെ കാലെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോംസിലൊക്കെ അഴുക്കാവുന്ന പ്രോബ്ലംസ് ഒക്കെ ആ സമയത്ത് ഉയർന്നു വന്നത് കൊണ്ട് എന്താണ്, പിന്നീട് അങ്ങോട്ടൊക്കെ എന്താണ്, സിമെന്റ് തറകൾ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഇടാനാണ് ക്ലാസ് റൂമുകളിലും മാക്സിമം പ്രിഫർ ചെയ്തിട്ടുണ്ട്. ഇനി മാഡം മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് മാം പറയുന്നത് എന്താണ്? കുട്ടികള് തറയിലിരുന്ന് പഠിക്കണം എന്നാണ് പറയുന്നത്. മാഡം മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് കുട്ടികൾ ഫ്ലോറിൽ ഇരുന്ന് കൊണ്ട് വേണം, സിറ്റ് ഓൺ ഫ്ലോർ. കുട്ടികള് തറയിലിരുന്നായിരിക്കണം പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? അവർക്ക് പൊസിഷൻസ് അല്ലെങ്കിൽ
ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നതിനും അവരുടെ പൊസിഷൻസ് ഒക്കെ കറക്റ്റ് ആവുന്നതിനും കുട്ടികൾ തറയിൽ ഇരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. പക്ഷെ പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഫർണിച്ചർ എങ്കിലും ഇല്ലാതെ കുട്ടികൾ എങ്ങനെ താഴെ ഇരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് പാരന്റ്സിനുള്ളത്. പക്ഷെ മാഡം പറയുന്നത് എന്താണ്, കുട്ടികൾ തറയിൽ ഇരുന്ന് പഠിക്കുന്നതിന് അത്രേ മറ്റ് ബെഞ്ചസിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത്രത്തോളം പോസ്ചറിങ് കറക്റ്റ് ആവില്ല എന്നാണ് പറയുന്നത്. ഇതാവുമ്പോൾ എന്താണ് കുട്ടികൾക്ക് ഏത് മൂവ്മെന്റ്സിൽ വേണമെങ്കിൽ ഏത് പൊസിഷനിങ് വേണ്ടിയുടെ ബോഡി അനക്കാനും തിരിക്കാനൊക്കെ പറ്റും അല്ലെ. നല്ല രീതിയിൽ ബോഡി റെഗുലേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. ഇഫ് ദ ഫർണിച്ചർ ഈസ് നോട്ട് അവൈലബിൾ, ഇനി ഫർണിച്ചർ ഇല്ലാത്ത പക്ഷമാണെങ്കിൽ എന്താണ്, ദ ടീച്ചർ ഷുഡ് സ്പ്രെഡ് സംതിങ് ലൈക്ക് എ മാറ്റ് ഓർ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ. കുട്ടികളെ നമ്മൾ ശരിക്കും തറയിൽ ഇരിക്കാൻ തന്നെ വെറുതെ താഴെ ഒരു തണുത്ത തറയിൽ ഇരിക്കാനല്ല ആവശ്യപ്പെടുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു കാർപ്പറ്റ്, എന്താണ് കാർപ്പറ്റ് എന്ന് പറയുന്നത്, പരവതാനികൾ അല്ലെ, പല കളേഴ്സിൽ ഇപ്പൊ ഉണ്ടാവും. പരവതാനികൾ വിരിക്കുക, അല്ലെങ്കിൽ എന്താണ് മാറ്റ്, പായ അല്ലെ, മാറ്റോ കാർപ്പറ്റ് ഉപയോഗിച്ചിട്ട് വേണം കുട്ടികളെ നമ്മള് തറയിൽ ഇരുത്തണം എന്നാണ് മാഡം മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ തറയിലിരുന്ന് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞതാണ് അവരുടെ പൊസിഷൻസ് കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്, ബോഡി മൂവ്മെന്റ്സിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾ തറയിലിരുന്ന് പഠിക്കണമെന്ന് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, തറയിൽ ഏത് തരം എന്തുപയോഗിച്ചുകൊണ്ടാണ് കുട്ടികളെ തറയിൽ ഇരുത്താൻ ആവശ്യപ്പെടുന്നത്? ഒന്നില്ലെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ്. ഇവിടെ രണ്ട് ഉദ്ദേശങ്ങൾ വരുന്നുണ്ട്. കുട്ടികളുടെ പൊസിഷനിങ് ശരിയാവും മാത്രമല്ല കുട്ടികൾ എന്ത് പഠിക്കുകയും ചെയ്യും കുട്ടികള് കാർപ്പറ്റ് യൂസ് ചെയ്യാൻ പഠിക്കും അല്ലെ. മാറ്റ് ഫോൾഡ് ചെയ്യുന്നതിനും അത് സ്പ്രെഡ് ചെയ്യാനും കുട്ടികൾ പഠിക്കും. ആദ്യം നമ്മൾ അധ്യാപകർ കാണിച്ചു കൊടുക്കും, പിന്നീട് എന്താണ് കുട്ടികൾ വരുന്ന സമയത്ത് തന്നെ എന്താണ് സ്വന്തമായിട്ട് തന്നെ വരെ ആ കാർപ്പറ്റുകൾ ഓപ്പൺ ചെയ്യാനും അത് മടക്കാനും നിവർത്താനൊക്കെ തന്നെയായിട്ട് കുട്ടികൾ പഠിക്കാനാണ്. ഓക്കെ, ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആണ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ എന്താ നോർമലി സിമെന്റ് ആണുള്ളത്. ആദ്യ കാലങ്ങളിൽ മഡ് ഫ്ലോറിങ്ങും കൗഡർ ഫ്ലോറിങ്ങും ഉണ്ടായിരുന്നു. പിന്നീട് അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് പിന്നീട് എന്താണ് നോർമൽ ഫ്ലോറിലേക്ക് തന്നെ മാറുകയും മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ തറയിൽ ഇരുന്ന് കൊണ്ടായിരിക്കണം പഠിക്കണം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് തറയില് കാർപ്പറ്റ്സ് മാറ്റ് ഉപയോഗിച്ചിട്ട് കൊണ്ടായിരിക്കണം കുട്ടികളെ നമ്മള് തറയിൽ ഇരുത്തി പഠിപ്പിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്ലോറിംഗ്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് സൈഡ് വാൾസ് ആണ്. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിന് ഒരു ക്ലാസ് എല്ലാ ക്ലാസ്സും ഒരേപോലെയാണ് ഇരിക്കുന്നത് അല്ല, കവർ ചെയ്തിട്ടുണ്ട് അല്ലെ, അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടായിരിക്കും. റിൻഡ മ്യൂട്ട് ചെയ്തേ. For Indian atmosphere, the two general planes fully covered that with the closed door type of classrooms are not advisable. Specifically for the primary and pre-primary classes, the parapet wall is enough. നമ്മുടെ ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസിൽ നമുക്ക് അഭികാമ്യമാണോ? അതായത് ഫുള്ളി കവേർഡ് ഒരു എയർ ഹോൾസ് പോലും ഇല്ലാതെ നമുക്കൊരു ക്ലാസ് സാധ്യമാണോ കുട്ടികളെ ഇരുത്താൻ? ഇല്ല. ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് സാധ്യമല്ല. ഓക്കെ, പ്രത്യേകിച്ച് പ്രീ പ്രൈമറി അല്ലെങ്കിൽ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് എന്താണ് നമ്മളെ ക്ലാസ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താ മ്യൂട്ട് ചെയ്യണേ. ചിലപ്പോ ഒരു ഹോൾ ആയിരിക്കും, ഇടക്ക് മൈക്ക് ഓൺ ആവുന്നുണ്ട്, ശബ്ദം വരുന്നുണ്ട്. മാം അതെ ടച്ച് ഇടയ്ക്ക് വർക്ക് ചെയ്യണതാ, ഞാൻ ചെയ്യണതല്ല ഫോണിന്റെ. ഒരു ഹാള് നമ്മൾ ചില പ്രീ പ്രൈമറി സ്കൂളൊക്കെ എടുത്താൽ ചിലപ്പോൾ ഒരുമിച്ചുള്ള ക്ലാസ്സുകളായിരിക്കില്ല, ഒരൊറ്റ ഹാളിൽ നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ അതിൽ കബോർഡ്സ് വെച്ചോ അല്ലെങ്കിൽ ഷീറ്റ് വെച്ചിട്ടോ മറ്റെന്തെങ്കിലും തരത്തില് കവർ സൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് ഒരു ക്ലാസ്സിന് മറ്റൊരു ക്ലാസ്സിൽ നിന്ന് വേർതിരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തില് നമ്മൾ എന്താണ് അതിനെ മറയ്ക്കുന്ന രീതിയിൽ സൈഡ് വാളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ പഠിച്ച സമയത്തൊക്കെ എന്താണ് ഒരു സ്റ്റാൻഡ് ബോർഡ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നമ്മള്? സ്റ്റാൻഡ് ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതായത് അപ്പുറത്തെ ക്ലാസ് നമ്മൾ കാണില്ല, ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും, താഴെ കുട്ടികളെ കാണാൻ പറ്റും, മുകളിലും കുറച്ച് കവേർഡ് ആയിരിക്കുള്ളൂ. അതായത് ആ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാലും ഒരു ക്ലാസ് ആയി, അടുത്ത സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ക്ലാസ് ആയി. അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ സൈഡ് വാൾസുകൾ സെറ്റ് ചെയ്തിരുന്നത്. കണ്ടിട്ടില്ല അങ്ങനെ? ഓക്കെ,
ചിലതില് പാരപെറ്റ്സിന്റെ വാൾസുകളായിരിക്കും വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടായിരിക്കും, കട്ടിയുള്ള വുഡനായിട്ടുള്ള സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷീറ്റ് വെച്ച് മറിക്കും. അങ്ങനെ പലതരത്തിലായിട്ടായിരിക്കും നമ്മള് പാർട്ടീഷൻ ചെയ്ത് ക്ലാസ് മറിക്കുന്നത്. ഒരിക്കലും ഫുള്ളി കവേർഡ് ആയിട്ടുള്ള രീതിയിൽ ഒരിക്കലും കുട്ടികൾക്ക് പ്രിഫർ ചെയ്യില്ല നമ്മൾ ക്ലാസ് റൂംസ്. ഓക്കെ, അത്രേ ഉള്ളൂ അവിടെ. യെസ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ എന്താണ്, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഓപ്പൺ ക്ലാസ് റൂംസുകൾ ഉണ്ട്. ഓപ്പൺ ക്ലാസ് റൂംസ് എന്ന നിലയിൽ നമ്മുടെ വിൻഡോസിന്റെ സൈസസ് ഒക്കെ വലിപ്പം കൂടുതലാണ് അല്ലെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻസ് കിട്ടുന്ന, എയർ ഫ്ലോ സെറ്റ് ആവുന്ന തരത്തിലുള്ള, നല്ല ഫ്രീ എയർ ഫ്ലോ കിട്ടുന്ന തരത്തിലുള്ള രീതിയിലാണ് ക്ലാസ് റൂമുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ബ്ലാക്ക് ബോർഡ്സ്. ബ്ലാക്ക് ബോർഡ്. Generally, 5 types of blackboards in use today. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണേ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രധാനമായിട്ടും 5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഏതാണ്? ഒന്ന് വാൾ മെയ്ഡ് ബോർഡ്, വാൾ ഫിക്സ്ഡ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ്, സ്ക്രീൻ ബോർഡ്. ഏതൊക്കെയാണ്? വാൾ മെയ്ഡ് ബോർഡ്, വാൾ ഫിക്സ്ഡ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ്, സ്ക്രീൻ ബോർഡ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാൾ മെയ്ഡ് ബോർഡ്. പ്രത്യേകത എന്താണ്? The board was made in the wall itself by the cement plastering. Advantage of this board is we do not want to remove the board. That is advantage is we cannot remove the board. വാൾ മെയ്ഡ് ബോർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. വാൾ മെയ്ഡ് ബോർഡ് എന്ന് വെച്ചാൽ വാളിനോട് സെറ്റ് ചെയ്തിരിക്കുന്ന പാരപെറ്റ്സിന് അല്ലെങ്കിൽ സിമെന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്ന ബോർഡാണ്. വാളിൽ തന്നെ സെറ്റ് ആയ ചുമരിനോട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡായിരിക്കും. കണ്ടിട്ടുണ്ടാവും അല്ലെ? കണ്ടിട്ടുണ്ടോ? കാണാതിരിക്കുന്നില്ല. യെസ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പറ്റില്ല അല്ലെ, അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് അതിന്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്. എന്താണ് അത്? അവിടെ തന്നെ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. ക്ലാസ് റൂമിൽ തന്നെ അത് ഓൾറെഡി സെറ്റഡ് ആണ്. ദാറ്റ് ഈസ് വാൾ മെയ്ഡ് ബോർഡ്. അത് എന്ത് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്? സിമെന്റ് പ്ലാസ്റ്ററിംഗ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് വാൾ മെയ്ഡ് ബോർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്താണ്? വാൾ ഫിക്സ്ഡ് ബോർഡ്. വാൾ ഫിക്സ്ഡ് ബോർഡ് ഇതിന്റെ പ്രത്യേകത എന്താ? Mostly wooden linoleum or plywoods are used in this kind. This can be removed and fixed anywhere. എന്താണ് വാൾ ഫിക്സ്ഡ് ബോർഡ്? കണ്ടിട്ടുണ്ടോ വാൾ ഫിക്സ്ഡ് ബോർഡ്? പ്ലൈവുഡ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ വുഡൻ ടൈപ്സിലെ ബോർഡ്സ് ആയിരിക്കും. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. മൂടി എടുത്തുകൊണ്ട് നമുക്ക് പ്ലൈവുഡ്സ് ആയതുകൊണ്ട് തന്നെ, ലിനോളിയം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഊരിയെടുക്കുകയും എവിടെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഇതാണ് വാൾ ഫിക്സ്ഡ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റാൻഡ് ബോർഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് എന്താ? സ്റ്റാൻഡ് ബോർഡ്സ് അല്ലെ. എന്താണ്? റിമൂവ് ദ സ്റ്റാൻഡ് ആൻഡ് യൂസ് ഫിക്സ്ഡ് ബോർഡ് ആസ് വെൽ ആസ് എ സെറ്റ് ബോർഡ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി റിസ്കി. ചെക്ക് ഇഫ് ദ ബോർഡ്സ് ആർ ഹാർഡ് ഫിക്സ് ഓർ നോട്ട്. നോക്കൂ, സ്റ്റാൻഡ് ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും, 3 കാലുള്ള ഒരു സ്റ്റാൻഡ്. ഫ്രണ്ടില് 2 കാല്, ബാക്കിൽ ഒരു കാല് ഉണ്ടായിരിക്കും. എന്നിട്ട് അവിടെ കണക്ട് ചെയ്യാനായിട്ട് സ്റ്റാൻഡ് ബോർഡ് വെക്കാനായിട്ട് ബോർഡ് വെക്കാനുള്ള ഒരു കണക്ഷൻ പോയിന്റ് ഉണ്ടാവും. അതിലായിരിക്കും നമ്മൾ ആ ബോർഡ് വെക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ച ക്ലാസ് റൂംസ് ഇത് തന്നെയായിരിക്കും അല്ലെ. വാൾ സ്റ്റാൻഡ് ബോർഡിലായിരിക്കും നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? സ്റ്റാൻഡ് റിമൂവ് ചെയ്തിട്ട് ബോർഡ് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. ആ സ്റ്റാൻഡ് ഉയർത്തി എവിടെ വേണമെങ്കിലും നീക്കാനും ഉയർത്താനൊക്കെ സാധിക്കും. പക്ഷെ കുറച്ച് റിസ്കി ആണ്. കാരണം എന്താണ്? ഇതിന് പലതരത്തിലുള്ള അപകട സാധ്യതകളുണ്ട്. ഒന്നില്ലെങ്കിൽ കുട്ടികൾ അതിന്റെ ഇടയിൽ കൂടി ഓടിക്കളിക്കുന്ന സമയത്തേക്ക് ചിലപ്പോൾ ഒന്ന് തട്ടോ മുട്ടോ ചെയ്താൽ എന്താണ്, ഇത് മറിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, അത് ആ ബോർഡ് നമ്മൾ ആ സ്റ്റാൻഡിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ടല്ല ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ എന്താണ്, അവിടെയും അതിന് അപകട സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇല്ലെങ്കിൽ മറിഞ്ഞ് താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാവരും കുറെ പഠിച്ചിട്ടുള്ളതും ഈ സ്റ്റാൻഡ് ബോർഡിൽ തന്നെ ആയിരിക്കുമല്ലോ പഠിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, ചിലതിന് ഹൈറ്റ് കൂടുതലായിരിക്കും, ചില ബോർഡ്സ് ഹൈറ്റ് കുറഞ്ഞതായിരിക്കും. അത് ആ തയ്യാറാക്കുന്നതിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ സ്റ്റാൻഡ് ബോർഡ്? കണ്ടിട്ടില്ലേ? അടുത്തത് റോളിംഗ് ബോർഡ്.
റോളിംഗ് ബോർഡിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് ബോർഡ് അറ്റ് ഓൾ. വി മേ യൂസ് ഇറ്റ് ഫോർ ടെമ്പററി പർപ്പസ് ടിൽ വി ഗെറ്റ് എ പെർമനന്റ് ബോർഡ്. റോളിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമനന്റ് പർപ്പസ് അല്ലേ, ടെമ്പററി പർപ്പസസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിങ്ങിന് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ബി എഡ് ട്രെയിനീസ്, മോണ്ടിസോറി ട്രെയിനീസ് കുട്ടികളൊക്കെയാണ്, ടീച്ചർ ട്രെയിനീസുകളാണ് ഇപ്പൊ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഒരു സമയത്ത്. അതായത് റോളിംഗ് വെച്ചൊരു ഷീറ്റ് ആണ് ശരിക്കും. നമുക്കിത് റോൾ ചെയ്ത് നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ കവറിലൊക്കെ വെച്ചിട്ട് നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ വണ്ടിക്കൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് കണക്ട് നമ്മുടെ കലണ്ടറിന്റെ ഷേപ്പിലായിരിക്കും ഇത് ഇരിക്കുന്നത്. പല വലിപ്പത്തിൽ നമുക്ക് എടുക്കാം. കലണ്ടർ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഷേപ്പ്. പല സൈസിൽ വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് അതിന്റെ താഴെ മുകളിലായിട്ട് ചിലപ്പോൾ ചിലർ തന്നെ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. താഴെ പൈപ്പ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പൈപ്പില്ലേ നമ്മുടെ ഓസ് എന്നൊക്കെ പറയുന്നത്, പൈപ്പ് ചെറിയ കട്ടി കുറഞ്ഞ പൈപ്പ് വെച്ചിട്ട് താഴെ മുകളിലേയും കൂടി കണക്ട് ചെയ്തിട്ട് മുകളിൽ എന്താണ് ഒരു ടോയിൻ ചേർക്കും. എന്നിട്ട് നമുക്കത് എവിടെ വേണമെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെമ്പററി പർപ്പസസിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചിലപ്പോൾ മറ്റ് ഉപകരണങ്ങളൊക്കെ കൊണ്ട് കീറാനുള്ള ഒരു സാധ്യതയുണ്ട്. ടെമ്പററി പർപ്പസസിന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റോളിംഗ് ബോക്സ്. നമുക്കിത് റോൾ ചെയ്തിട്ട് കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും ഈ റോളിംഗ് ബോക്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് ബോർഡ് അല്ല കേട്ടോ. അത് നമുക്കൊരു ടെമ്പററി പർപ്പസ്, താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? റോളിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ക്രീൻ ബോർഡ്. ലാസ്റ്റ് വൺ, സ്ക്രീൻ ബോർഡ്. ദിസ് ഈസ് ഫോർ ബോത്ത് ദ പർപ്പസ് എ സ്ക്രീൻ വിച്ച് ഈസ് ഓൾസോ used as a board. ഇവിടെ ഓൾസോ എന്നാണ് കേട്ടോ. ഇവിടെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, അതൊന്ന് വെട്ടിക്കളയണേ. സ്ക്രീൻ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ കോമൺലി ക്ലാസ് റൂമുകളൊക്കെ നമുക്കറിയാം സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ് അല്ലെ. ബോർഡ്സ് നമ്മൾ എന്തായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്? സ്ക്രീൻ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അതിന് ബോർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പ്രൊജക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ സ്ക്രീനിൽ തന്നെ എന്താണ് വീഡിയോസ് ഒക്കെ കുട്ടികളെ കാണിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് അല്ലാത്ത സമയത്ത് ബോർഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഏത് കളറിലെ ബോർഡ് ആയിരിക്കും? സ്ക്രീൻ ബോർഡ്സ് എന്ന് പറയുമ്പോൾ ഏത് കളർ ആയിരിക്കും ഇത്? വൈറ്റ് ബോർഡ്സ് ആണ് അല്ലെ. വൈറ്റ് കളറിലെ ബോർഡ് ആയിരിക്കും. അപ്പൊ നമുക്കതില് എന്താണ് ഉപയോഗിച്ച് എഴുതുന്നത്? സ്കെച്ചസ് ഉപയോഗിക്കാം അല്ലെ. സ്കെച്ചസ് ഉണ്ട്, മാർക്കർ ഉപയോഗിക്കാം. അതിനു വേണ്ടി ഫിക്സ് ചെയ്തിട്ടിരിക്കുന്ന പെൻസിലുകൾ ഉണ്ട്. ആ ബോർഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പെന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് പല കളർ ഷേപ്സിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് പർപ്പസ് ഉണ്ടെന്ന്. അതിന്റെ സ്ക്രീനായിട്ട് വീഡിയോസ്, പ്രൊജക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസ് കുട്ടികളെ കാണിക്കാൻ ചെയ്യാം. വീഡിയോസ് ഇപ്പൊ കാണിക്കുമ്പോൾ പ്രൊജക്ടർ ഇപ്പൊ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്താലും നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ വലത്ത് പ്രതലം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എങ്കിലും നമ്മൾ എന്താണ് സ്മാർട്ട് ക്ലാസ് റൂംസിലെല്ലാം വൈറ്റ് ബോർഡ്സ് ആയതുകൊണ്ട് തന്നെ സ്ക്രീൻ ബോർഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്, പ്രൊജക്ടർ ഉപയോഗിക്കുന്നത് എന്തിലാണ്? ഈ സ്ക്രീൻ ബോർഡിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരേ സമയം സ്ക്രീനായിട്ടും ബോർഡായിട്ടും ഇത് ഉപയോഗിക്കുന്നു. Okay, these are the 5 types of blackboards. ഏതൊക്കെയാണ്? വാൾമെയ്ഡ് ബോർഡ്. വാൾമെയ്ഡ് ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമെന്റ് പ്ലാസ്റ്ററിംഗ് ആണ്. അത് ഓൾറെഡി എന്താണ് ഒരു വാളിൽ നിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതൊരിക്കലും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വാൾ ഫിക്സ്ഡ് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? വുഡൻ ലിനോണിയം അല്ലെങ്കിൽ പ്ലൈവുഡ് ടൈപ്സ് ഓഫ് പ്ലൈൻഡ് ആണ് എന്ത്? വാൾ ഫിക്സ്ഡ് ബോർഡ് എന്ന് പറയുന്നത്. നമുക്കിത് എവിടെ വേണമെങ്കിലും റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. സ്റ്റാൻഡ് ബോർഡിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റാൻഡ് ബോർഡിന്റെ പ്രത്യേകത remove the stand പിന്നെ fix it board as well as the പിന്നെ ഇത് എളുപ്പമാണോ യൂസ് ചെയ്യാൻ? സ്റ്റാൻഡ് ബോർഡ് റിസ്ക് ഉണ്ടോ? ഓക്കെ, ഇനി റോളിംഗ് ബോർഡിന്റെ പ്രത്യേകത എന്താണ്? റോൾ ചെയ്ത് എവിടെ പെർമനന്റ് അല്ല, അത് റോൾ ചെയ്ത് എവിടെ വേണമെങ്കിൽ ടെമ്പററി യൂസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ടെമ്പററി പർപ്പസസിന് ഉപയോഗിക്കുന്ന ബോർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. അപ്പൊ ഏതാണ്? റോളിംഗ് ബോർഡ്. ലാസ്റ്റ് വൺ സ്ക്രീൻ ബോർഡ്. അപ്പൊ 5 ബോർഡ്സുകളൊന്ന് പഠിച്ചു വെക്കണം. പേര് അറ്റ്ലീസ്റ്റ് പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. 5 ഇതിൽ സംശയം ഉണ്ടോ? അതില് ഇല്ല. ഇനി നമ്മള് ബ്ലാക്ക് ബോർഡ്സ് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യണം. എല്ലാവർക്കും നിങ്ങൾക്ക് ബോർഡ് യൂസ് ചെയ്യാൻ അറിയാവോ? ഇങ്ങനെയാണ് ബോർഡ് യൂസ് ചെയ്യണേന്ന്. ബോർഡ് യൂസ് ചെയ്യാനല്ലേ ഇത് എളുപ്പമല്ല ടീച്ചറെ? എളുപ്പമല്ല, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ. എന്താണ്? യൂസിങ് ദ ബ്ലാക്ക് ബോർഡ് when the teacher is writing she should be 90 degree എന്നാണ് കേട്ടോ. 90 degree with the board എന്നാക്കാം കേട്ടോ. പറഞ്ഞുതരാം എങ്ങനെയാണെന്നത്.
when the teacher is writing, she should be 90 degree with the board. Only her hip should be moved, but not the full body with the legs. എഴുതിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? കാണാം കാണാം അല്ലെ? ഇത് നമ്മുടെ ബോർഡാന്ന് വിചാരിക്കുക കേട്ടോ. കാണുന്നുണ്ടല്ലോ. ഒരു ടീച്ചർ ഇങ്ങനെ കവർ ചെയ്തിരുന്നോ? എന്ന് പറയുന്നത് 90 ഡിഗ്രി ആംഗിൾ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ 90 ഡിഗ്രി ആംഗിൾ. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിന്നായിരിക്കണം എഴുതണം. ഒരിക്കലും നമ്മളത് ഫുള്ളി കവേർഡ് ആവാൻ പാടില്ല. നമ്മുടെ എന്ത് മാത്രമായിരിക്കണം മൂവ് ചെയ്യുന്നത്? നമ്മുടെ ഹിപ്പ് മാത്രമായിരിക്കണം മൂവ് ചെയ്യുന്നത്. ഹിപ്പ് മാത്രമായിരിക്കണം മൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അപ്പൊ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് കുട്ടികളെ കാണാൻ വേണം. നമുക്ക് എന്താണ് ബോർഡ് കുട്ടികൾക്ക് വിസിബിൾ, അവിടെ നമുക്ക് കുട്ടികളെ കാണാൻ വേണം. നമ്മൾ ഒരിക്കലും അത് കവർ ചെയ്തിട്ടായിരിക്കരുത്. ഇപ്പൊ ഇവിടെ വരെ എത്തണമെങ്കിൽ എന്താണ് നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് നീങ്ങരുത്. അറ്റ്ലീസ്റ്റ് അറ്റം എത്തുന്ന സമയത്ത് നമുക്ക് നീങ്ങാം. അല്ലാത്ത പക്ഷം എന്താണ് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇടയ്ക്ക് കുട്ടികളെ നോക്കിയിട്ട് വേണം എഴുതാൻ. ഒരിക്കലും ഇതിങ്ങനെ നിന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഭയങ്കര ബഹളം ആയിരിക്കുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ബോർഡും ശ്രദ്ധിക്കണം, ക്ലാസ്സും ശ്രദ്ധിക്കണം, കുട്ടികളെ ശ്രദ്ധിക്കണം. അതെല്ലാം ഒരുമിച്ച് കൺട്രോൾ ചെയ്തിട്ട് വേണം ഇങ്ങനെ എഴുതാനായിട്ട്. ജസ്റ്റ് അവരുടെ പേരൊക്കെ വിളിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ. അപ്പൊ ഹിപ്പ് ഇങ്ങനെ ഈ ഒരു സൈഡ് മാത്രമേ നമ്മുടെ മൂവ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്താ പറയുന്നത്? കവർ ദ ബോഡി കംപ്ലീറ്റ്ലി വൈൽ റൈറ്റിംഗ് ഇൻ ദ ബ്ലാക്ക് ബോർഡ്. ഇവിടെ എന്താ പറയുന്നത്? കവർ ദ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കവർ ചെയ്യുന്ന കാര്യമല്ല. ആ ബോർഡ് കംപ്ലീറ്റ്ലി നമ്മൾ യൂസ് ചെയ്യുക. ബോർഡിന്റെ ബോഡി, അതായത് ബോർഡിന്റെ ആ ഒരു ഫുൾ ട്രഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ബോഡി യൂസ് ചെയ്യുന്നതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നമ്മള് തോന്നിയ പോലെ അവിടെ ഇവിടേക്കൊന്നും എഴുതാൻ പാടുന്നത്. യൂസ് ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇപ്പൊ നമ്മള് പാർട്സ് ഓഫ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലവറിന്റെ എന്താ പറയാ പാർട്സ് ഓഫ് പ്ലാന്റ് നമ്മൾ വരയ്ക്കുകയാണ്. എങ്ങനെയായിരിക്കണം വരയ്ക്കേണ്ടത്? വളരെ ഭംഗിയായിട്ട് വരയ്ക്കണം. കാരണം പലതരത്തിലുള്ള കളർ ചോക്സുകൾ നമുക്ക് കൊടുക്കാം അല്ലെ? പൂവിന്റെ സ്റ്റെമ്മിന് വേറൊരു കളർ, ഗ്രീൻ കളർ, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ചോക്കുകൾ ഉണ്ടായിരിക്കും, കാപ്പി കളറുള്ള ചോക്കുകൾ, പല കളേഴ്സിലെ ചോക്സ് അവൈലബിൾ ആണ്. പാർട്സ് ഓഫ് പ്ലാന്റ് എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ പാർട്സ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ നല്ല നീറ്റ് ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് ആയിരിക്കണം. ഓരോ ലെറ്റേഴ്സും നമ്മൾ അഡിക്വേറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ ശബ്ദം? ഇല്ല മാം. ഓക്കെ. അപ്പൊ പാർട്സ് ഓഫ് പ്ലാന്റ് എന്ന് എഴുതണം. എങ്ങനെയായിരിക്കണം? നമ്മള് ഫസ്റ്റ് പാർട്സ് എന്നുള്ളതിന് വേണ്ടി നമുക്ക് ഒരു കളർ കൊടുക്കാം. പാർട്സ് ഓഫ് പ്ലാന്റ്സ് എന്നുള്ളതിന് വേറൊരു കളർ, ഓഫിന് വേറെ കൊടുക്കാം, പ്ലാന്റ്സിന് വേറെ കളർ കൊടുക്കാം. അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? ആ ലെറ്റേഴ്സ് തമ്മിൽ നമ്മൾ തോന്നിയ പോലെ വരച്ച് വെക്കരുത്. തോന്നിയ പോലെ വരയ്ക്കരുത്. കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലെറ്റേഴ്സ് തീർന്ന് അത് കവേർഡ് ആവുന്നത് വരെ കറക്റ്റ് ആയിട്ട് നല്ല സ്റ്റാൻഡിങ് കറക്റ്റ് ഒരു സ്കെയിൽ വെച്ച് വരച്ച പോലെ ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ബോഡി യൂസ് ചെയ്യണം. അല്ലാത്ത പക്ഷെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. പിന്നെന്താണ്? ദ ടീച്ചർ ഷുഡ് നോട്ട് ഷോ ദ ബാക്ക് ടു ദ സ്റ്റുഡൻസ് വെൻ ഷീ ഈസ് റൈറ്റിംഗ്. എന്ന് പറഞ്ഞല്ലോ, ഒരിക്കലും ടീച്ചറുടെ ബാക്ക് കാണിച്ചിട്ടായിരിക്കരുത്. ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പറയുന്നത് എന്ത് തോന്നും? എന്ത് തോന്നും? ഒന്നും കാണാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരിക്കലും ബാക്ക് കാണിച്ചിട്ട് എടുക്കരുത്. She should always write after column after column. നമ്മൾ എഴുതുമ്പോ എങ്ങനെയായിരിക്കണം? നമ്മള് ഓരോ സ്പെസിഫിക് പാർട്സ് ഓഫ് പ്ലാന്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ പാർട്സ് ഓഫ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? ലീഫ്, ഫ്ലവർ, സ്റ്റെം, റൂട്ട്, അതൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു പോയിന്റ് ചെയ്യാം. അതിന് ഇഞ്ചു മാർക്ക് ഇടാം. ഇഞ്ചു മാർക്കിന് വേറൊരു ചോക്ക് കൊടുക്കാം, വേറെ കളർ കൊടുത്തിട്ട് ആദ്യത്തെ പാർട്സ് എഴുതാം. അത് കഴിയുമ്പോ അടുത്ത കോളം എഴുതണം. എങ്ങനെയാണോ? ഒരു കുറെ കഴിഞ്ഞിട്ടാണോ എഴുതേണ്ടത്? കുറെ കഴിഞ്ഞിട്ടാണോ? സ്പേസ് ഉണ്ടായിരിക്കും. കോളം ആഫ്റ്റർ കോളം കറക്റ്റ് ആയിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട് കേട്ടോ. പിന്നെന്താണ്? ഓരോന്നിനും പല ചോക്സുകൾ കൊടുക്കാൻ പറയുന്നത്. ബോർഡ് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെന്താണ്? The width of the column should be less than the reachable point of that writing board. ഇനി നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആണ് നമ്മൾ തുടങ്ങുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എങ്ങനെയാണ്?
ക്യാപിറ്റൽസ് അത്യാവശ്യം നമ്മൾ ബോൾഡ് ആയിട്ട് തന്നെ എഴുതാം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ആ ചോക്ക് ഒന്ന് റഫ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് ആ ലെറ്റർ കുറച്ചൊരു വലുതായിട്ട് നമുക്ക് തോന്നും. ഫസ്റ്റ് പ്ലാന്റ്സിന്റെ ഫസ്റ്റ് പി നല്ല വേറൊരു കളർ കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് ബോർഡർ റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഓരോ ലെറ്റേഴ്സിനും ആയിരിക്കും സ്പേസ് ഉണ്ടായിരിക്കണം. പി കഴിഞ്ഞാൽ എൽ വരേണ്ടത് പി എൽ വരേണ്ടത് കറക്റ്റ് പോയിന്റിൽ തന്നെ അവസാനിക്കണം. ഒരിക്കലും നിങ്ങൾ ബോർഡിനെ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തതിനും അടുത്ത പോയിന്റ് കൊടുക്കുക. ഇപ്പൊ തമ്മിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം അല്ലെ, കൃത്യമായ സ്പേസ് വേണം. നിങ്ങൾക്ക് കൈ വെച്ച് നോക്കിയിട്ടൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അടുത്ത് എഴുതാൻ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെന്താണ്, യെസ്, നിങ്ങൾ എല്ലാം എഴുതി കഴിഞ്ഞു. ഇപ്പൊ ബോർഡിൽ നോക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയായിരിക്കും അല്ലെ. പാർട്സ് ഓഫ് ഫ്ലാറ്റിന് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. പല കളറുള്ള ചോക്കുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പാർട്സ് വരച്ചിട്ടുണ്ട് ടീച്ചർ. നോക്കുമ്പോ തന്നെ എന്താണ് പല കളർ ആയതുകൊണ്ട് തന്നെ ബോർഡ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ടീച്ചർ അല്ലെ. ആദ്യം പിക്ചർ വരച്ചു, ഹെഡിങ് കൊടുത്തു, ഓരോ പാർട്സ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി. കുട്ടികൾ നോക്കുമ്പോ എന്താണ് കുട്ടികൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ക്ലാസ് കാണാനായിട്ട് അല്ലെ. ഓക്കെ, യെസ്. എന്നിട്ട് അവിടെ എഴുതിയിട്ട് വേഗം പോകുന്നത് ഇരിക്കുക അല്ലെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മള് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്? കംപ്ലീറ്റ് യൂസ് ചെയ്ത ബോർഡ് നമ്മൾ എന്ത് ചെയ്യണം? റബ് ചെയ്യുക. ഒന്നുമില്ല, അതായത് കുട്ടികളെ പൂർണ്ണമായിട്ട് എഴുതി എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ബോർഡ് റബ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നതിൽ പ്രത്യേകത ഉണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് മറ്റൊരു ക്ലാസ്സിന് ഇപ്പൊ നമ്മളെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ HM ആയിരിക്കും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആയിരിക്കട്ടെ, ഒരാള് ക്ലാസ് റൂമിൽ വരുന്ന സമയത്ത് നമ്മൾ വളരെ മോശമായിട്ടാണ് ബോർഡെല്ലാം യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെയാണ് അത് ബാധിക്കുന്നത്? കുട്ടികളെ അല്ല, ഒരിക്കലും കുട്ടികളെ അല്ല, നമ്മൾ തന്നെയാണ് അല്ലെ, ടീച്ചർ തന്നെയാണത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ അക്ഷരങ്ങൾ മോശമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ റോളിംഗ് ബോർഡ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ബോർഡ്സ് ഒക്കെ ഇപ്പൊ യൂസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. വാങ്ങിച്ചിട്ട് എഴുതി പഠിച്ചു തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. പ്രാക്ടീസ് ചെയ്യുന്നത് മാമിന്റെ നെറ്റ് പോയതാണോ? തോന്നുന്നു.
ഇപ്പൊ കേൾക്കാമോ? യെസ് മാം, ഇപ്പൊ കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ ക്ലാസ്? ഇല്ല മാം. നമ്മള് മഴയൊക്കെയാണ്, അതുകൊണ്ടാണ് നെറ്റ് ഇഷ്യൂസ് വരുന്നത് ഇങ്ങനെ കേട്ടോ. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ബോർഡ് യൂസ് ചെയ്യാൻ അറിയാത്ത കുട്ടികള് ഇതുപോലെ റോളിംഗ് ബോർഡ് വാങ്ങിച്ചിട്ട് നിങ്ങള് റോളിംഗ് ബോർഡ് വാങ്ങിച്ചിട്ട് തന്നെ എഴുതി പഠിക്കുക. അപ്പൊ നമ്മളിപ്പോ സ്കൂളിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ബോർഡ് എന്തായാലും യൂസ് ചെയ്ത് പഠിപ്പിക്കണം കേട്ടോ കുട്ടികളെ. നമ്മൾ പ്രാക്ടീസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ബോർഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ അറിയണം. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്, കുട്ടി കളിക്കുന്നത്. PDF പോയല്ലോ. ഓക്കെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നോ? കുഴപ്പമില്ല. കുഴപ്പമില്ലേ? എന്താണ് കുഴപ്പമില്ലാത്ത? ഇങ്ങനെയുണ്ട് മാർക്കൊക്കെ? കുഴപ്പമില്ല. മാർക്ക് ഇട്ട് എന്നോടാണ് ടീച്ചറെ ചോദിക്കണേ, ഞാനാണ് മാർക്ക് ഇട്ടത്. 2 മാർക്ക് ആണല്ലേ? ആരെയൊക്കെ മാർക്ക് കിട്ടാത്തതുണ്ടോ? എന്തായാലും ഒരു എക്സാം എഴുതിയേണ്ട ഒരു അനുഭവത്തിൽ എന്താണ് തോന്നിയത്? ഒരു ചന്ത പോയിരുന്ന് എഴുതിയ പോലെ ഉണ്ടായിരുന്നു. ചന്ത എന്താ? ഡിസ്റ്റർബൻസ് ആയിരുന്നു മാം. ഭയങ്കര അലപ്പായിരുന്നു മാം. ഭയങ്കര ഒരു സൗണ്ട് ഡൗട്ട്സ് ചോദിച്ച് വായിച്ചൊക്കെ എഴുതിയത്. നമുക്കൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി എഴുതാനുള്ള സമയം കിട്ടിയില്ല നമുക്ക് ഈ ഡിസ്റ്റർബൻസ് കാരണം. എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റർബൻസിനെ നിങ്ങൾ മിണ്ടാതിരിക്കണം അല്ലെ? അതല്ലേ ചെയ്യേണ്ടത്? അപ്പൊ എന്തോ ഞങ്ങള് മാത്രം സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ല, എല്ലാരും കൂടെ വിചാരിക്കണ്ടേ. എല്ലാരും മീൻസ് പുറത്തുള്ളവരാണോ ഇവിടെ എക്സാം അറ്റൻഡ് ചെയ്യിപ്പിച്ചവരാണോ? അല്ലല്ല, എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആണ് സംസാരിച്ചോണ്ടിരുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തന്നെ മ്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ആക്ച്വലി മാം റോൾ നമ്പർ ഒക്കെ നേരത്തെ തന്നതാണ്. അത് എല്ലാരും നോക്കി ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. അത് തന്നെ എല്ലാരും റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ ചോദിച്ചോണ്ടേ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാനുള്ളൊരു ഗ്യാപ്പും കിട്ടില്ല, വരാനും പറ്റില്ല. പിന്നെ എക്സാം എന്ന് മാം പിന്നെ മ്യൂട്ട് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് തന്നെ ഇരുന്ന് വായിച്ചിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് എഴുതാണ്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ക്വസ്റ്റ്യൻ അതായിരിക്കുമല്ലോ മനസ്സിലാണ് വായിക്കുന്നെങ്കിൽ പോലും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒന്നുമില്ല, അതില് ലിങ്കിൽ കയറി ഓപ്പൺ ചെയ്യാൻ പേര് അടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻസ് ഓരോന്ന് നോക്കി വായിക്കാം. മ്യൂട്ട് ചെയ്തിട്ട് ഇരുന്ന് വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരോട് ഓപ്പൺ ചെയ്തിട്ട് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ചോദിക്കാം. അപ്പൊ പിന്നെ അത്ര ഡിസ്റ്റർബൻസ് വരില്ല. ഓക്കെ, ഇനി അത് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ. ഇങ്ങനെ എല്ലാവരുടെയും ക്ലാസ്സിൽ നമ്മൾ മ്യൂട്ട് ചെയ്യുന്ന പോലെ അവിടുന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? എന്നിട്ട് അവസാനം ഒരു 15 മിനിറ്റ് അതിനൊരു ടൈം കൊടുത്താൽ ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലിയർ ചെയ്യുന്നതല്ലേ ഒന്നും കൂടെ നല്ലത്. അതെ, അങ്ങനെയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് സമയം കൊടുക്കാറ്. എത്ര തീർന്നു പരീക്ഷ? എത്ര സമയം എടുത്തു? മാം അത് 7:30 to 8:30 മാം. എല്ലാരും ചിലരൊക്കെ 10-15. സബ്മിറ്റ് ചെയ്യാൻ ലാസ്റ്റ് 15 മിനിറ്റ് അങ്ങനെ കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇത് ഓരോരുത്തർ സബ്മിറ്റ് ചെയ്തിട്ട് ലീവ് ചെയ്യാൻ അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു.
15 മിനിറ്റിനുള്ളിൽ എക്സാം എഴുതിയവരൊക്കെ ഉണ്ട്. അതെ ശരിയാണ്, ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം ചില കുട്ടികള് അരമണിക്കൂർ പോലും വേണ്ട, പെട്ടെന്ന് എഴുതി അങ്ങോട്ട് പോകും. അത് സിമ്പിൾ ആണ്, അവരെ കൊണ്ട് പക്ഷെ എല്ലാം ഉണ്ടാവില്ല. അവർക്ക് പെട്ടെന്ന് ചിലവർക്ക് കാര്യം ക്ലിയർ ആവും. പക്ഷെ ചിലവർക്ക് ലിങ്ക് ഓപ്പൺ ആവില്ല, ചിലപ്പോൾ നെറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ ടീച്ചർ ആ ക്വസ്റ്റ്യൻ പോയി ഇതോ ചെയ്തപ്പോ അത് പോയി ഇത് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവര് ഡിസ്റ്റർബ്ഡ് ആവുമ്പോഴാണ് സംസാരിച്ചു വരുന്നത്. അപ്പൊ പിന്നെ എല്ലാരും കൂടെ അത് കേട്ട് ബാക്കിയുള്ളവരത് അന്വേഷിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കും. അങ്ങനെ അങ്ങനെ ശബ്ദമായി ഭയങ്കര ബഹളവും. ശരിക്കും ഒരു ക്ലാസ് റൂം എല്ലാം പോലെ തന്നെ ആയി പോകുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് അതുവരെ പിള്ളേര് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം മിക്കവരോടും 15 മിനിറ്റിനുള്ളിലെങ്കിലും തീർക്കാൻ പറയും. ഇപ്പൊ 3:30 വരെയാണ് എക്സാം എങ്കിൽ 3:15 നിങ്ങൾ എക്സാം തീർക്കണം, അങ്ങനെയാണ്. അല്ലെങ്കിൽ 3:30 വരെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നും ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കൈ തട്ടിയാൽ മതി, ചിലപ്പോൾ അതൊക്കെ വേണി ആദ്യം മുതൽ ചെയ്ത് കംപ്ലീറ്റ്ലി പോകും. അങ്ങനെ ഒരു കാര്യം വരും. പിന്നെ സബ്മിഷൻ ആയി കഴിയുമ്പോൾ അവർ പറയൂലേ, ഇവിടെ നിന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ സബ്മിഷൻ ആയി എന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ലെഫ്റ്റ് ആയത്. ഇപ്പൊ എന്തായാലും കഴിഞ്ഞ അടുത്ത എക്സാമിന് ശ്രദ്ധിച്ചാൽ മതി. മറ്റേ 50 മിനിറ്റ്സിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. ആതിര മാം ഒരു കാര്യം അടുത്ത എക്സാമിന് മുമ്പേ മാം പിന്നെ അടുത്ത എക്സാമിന് നമുക്ക് ഈ സാറിന്റെയും സബ്മിറ്റ് ചെയ്ത് അതൊന്നും നല്ല ഡിസ്റ്റർബ് ആയിട്ട് തോന്നിയത്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് മ്യൂട്ട് ഓൺ ആക്കിയിട്ട് വായിക്കുന്നു. അപ്പൊ നമ്മൾ വായിക്കുന്നതല്ല നമുക്ക് മനസ്സിലാവുന്നത്. അതാ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കുക കേട്ടോ. ആരും സംസാരിക്കണ്ട. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ടാവും. നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കും. നിങ്ങൾ എന്തൊക്കെ സംസാരിക്കാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോ പേടിച്ചോയാ? അത് മാം എനിക്ക് തോന്നുന്നു റെഗുലർ ക്ലാസ്സിൽ കയറുന്നവർക്ക് ഇത് മ്യൂട്ട് ചെയ്യുന്ന കാര്യം അറിയാം. എനിക്ക് തോന്നുന്നു റെക്കോർഡ് ക്ലാസ് കാണുന്ന ആൾക്കാർക്കാണെന്ന് തോന്നുന്നു. റെക്കോർഡ് കാണുന്നവരായിരിക്കും ഓൺ ചെയ്തിരുന്ന് ഡിസ്കസ് ചെയ്ത് എഴുതിയത്. മനസ്സിലായോ? അവരായിരിക്കുള്ളൂ, മിക്കവാറും അവരായിരിക്കുള്ളൂ. കാരണം അവർക്ക് ഇത് പരിചിതമല്ല. നിങ്ങൾക്ക് പിന്നെങ്കിലും ക്ലാസ്സിൽ കയറി അനുഭവം വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ എക്സാം കണ്ടപ്പോ മനസ്സിലായില്ല എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നതെന്ന്. അവരുടെ ഈ ചിലർക്ക് ഡിസ്റ്റർബൻസ് വരും മാം. അപ്പൊ നമുക്ക് ആർക്കൊന്നും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ എക്സാം കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? സിമ്പിൾ ആയിരുന്നു മാം. സിമ്പിൾ ആണ്. ഇനി അത് പ്രതീക്ഷിക്കണ്ട കേട്ടോ. സിമ്പിൾനെസ് ഇനി പ്രതീക്ഷിക്കണ്ട. ഇനി അങ്ങോട്ട് പോകുന്നതോറും എക്സാമിനൊക്കെ ടഫ്നെസ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയും വേണമെങ്കിലും എഴുതണം, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആവണമല്ലോ. അതിന് വേണ്ടിയാണ് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പ്രതീക്ഷിച്ച് ആരും ഇരിക്കണ്ട. ഇനി ഇതിപ്പോ ആദ്യത്തെ എക്സാം അല്ല എന്നുള്ള ഇതില് ഇച്ചിരി സിമ്പിൾ ആക്കിയതാണ്. ഇനി കുറച്ച് പിടിക്കും, പിന്നെ ഒന്ന് സിമ്പിൾ ആക്കും, പിന്നെ കുറച്ച് പിടിക്കും, പിന്നെ നിങ്ങൾ ഏകദേശം എക്സാം എഴുതാൻ പരിവാവും. കഴിയുമ്പോൾ നല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണോ എനിക്ക് മനസ്സിലാവും, ഏതാണ് നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ് മോശം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തന്നെ വിലയിരുത്തും കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഡൗട്ടൊക്കെ തോന്നുമോ? എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ലായിരുന്നു മാം. വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഡിഫൻസ് മെക്കാനിസം ഒന്നും കുഴപ്പമില്ലായിരുന്നു. അറിയത്തില്ലാത്ത 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഇൻഡിവിജ്വൽ ഡിഫറൻസസിനൊന്നും അധികം പ്രശ്നം ഉണ്ടായില്ലല്ലോ. മാം നെക്സ്റ്റ് എക്സാമിന് മുമ്പായിട്ട് ഒരു ഇൻട്രോ പോലെ എന്തെങ്കിലും ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ, അതായത് ഇതുപോലെ എനിക്കും നെറ്റ് ഇഷ്യൂ അതെന്തോ ഓപ്പൺ ആവുന്നില്ലായിരുന്നു. പിന്നീട് അത് എൻ്റെ ഇതിൽ തന്നെ വാട്സപ്പിലേക്ക് തന്നെ അങ്ങനെ അയച്ചിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അപ്പൊ അതൊക്കെ ആരും പറഞ്ഞു തന്നില്ല നിങ്ങൾക്ക്? ഇല്ല മാം, ആദ്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ആരും പറഞ്ഞില്ല. അതുകൊണ്ടാ മാം, ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സാം അല്ല എല്ലാവർക്കും, അതുകൊണ്ടാ ഇഷ്യൂ വന്നത്. എന്തായാലും കഴിഞ്ഞ മാർക്കും കിട്ടി അല്ലെ? കിട്ടിയത് അവിടെ ഇരിക്കട്ടെ. അടുത്ത എക്സാമിന് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പയർഡ് ആവാം, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളോട്, നിങ്ങൾ ഫസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞു ഫുൾ ചാർജ് ആയിരിക്കണം. ഫോൺ ആണെങ്കിൽ ഫോൺ ഫുൾ ചാർജ് ചെയ്യാം. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിൽ പോയിരുന്ന എക്സാം എഴുതാം. തൊട്ടടുത്ത് വെള്ളം വെക്കണമെങ്കിൽ വെള്ളം വെക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കള പോകേണ്ട കാര്യമില്ല. പിന്നെന്താണ്, അത്യാവശ്യം റേഞ്ച് ഉള്ളിടത്ത് എക്സാം ചെയ്യാം. ലിങ്ക് വരുന്ന സമയത്ത് പതുക്കെ റിലാക്സ് ആയിട്ട് അത് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ പേര് അടിക്കുക, ഇമെയിൽ ഐ ഡി അടിച്ചതിന് ശേഷം റോൾ
കഴിഞ്ഞില്ലേ ക്ലാസ്? ലീവ് ചെയ്യല്ലേ? അതിനോട്ടുണ്ടോ? മിസ് പോയിന്ന് തോന്നുന്നുണ്ട്. അതെ, ആകെ ഇപ്പൊ 5-6 പേരേ ഉള്ളൂ. 18 പേരോ? എടുത്തൂല്ല. 7:28 ആയി. ഇനി ഇല്ലായിരിക്കും. ഓക്കെ, എന്നാ ലീവ് ചെയ്യാം. ആരെങ്കിലും സൈനിട്ട് പറയുന്നുണ്ടോ? ആ സൈൻ ഔട്ട് പറയാൻ ജെറുഷ പറയാന്ന് പറഞ്ഞു. കാണുന്നില്ലല്ലോ. പറഞ്ഞോ ജെറുഷേ. Good morning, ma'am. ഞാൻ പറയാം. Good morning, ma'am, and good morning, my dear friends. I hope you all are doing well. As we come to the end of our class, I would like to leave you with a beautiful quote. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Let's remember that every class brings us one step closer to that change. Thank you all and have a wonderful day. Thank you. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.